ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതുപോലുള്ള തോടുകൾ വലിച്ചെറിയാനുള്ള പതിവ്. നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്കാണെങ്കിൽ റൂം ക്ലീനർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡിസിൻഫെക്റ്റന്റ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും നാരങ്ങ പിഴിഞ്ഞ ശേഷം ഇതുപോലുള്ള നാരങ്ങയുടെ തൊലികളാണെങ്കിൽ വലിച്ചെറിയാറാണ് പതിവ്. നമുക്ക് ഇത് യൂസ്ഫുൾ ആക്കിയെടുക്കാം. നമ്മൾ ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ അത് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ പീസുകളായി കട്ട് ചെയ്യണം. തീരെ ചെറിയ പീസുകളല്ല, ഒത്തിരി വലിയ പീസുകളല്ല, ഒരു മീഡിയം രീതിയിൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടേ, നമുക്ക് ഈ ചെറിയ ചെറിയ പീസുകളെല്ലാം കുപ്പിക്കകത്തേക്ക് ആക്കി കൊടുക്കാം. കുപ്പിക്കകത്താക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിത് കുപ്പിക്കകത്താക്കുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് വിനീഗറാണ്. നമുക്കാണെങ്കിൽ അത് ഫുൾ ഗ്ലാസ് എടുക്കേണ്ട. നമ്മൾ ഇതുപോലെ സ്റ്റേറ്റ് ഗ്ലാസ്സിൽ ഹാഫ് കപ്പ് ആണെങ്കിൽ വിനീഗർ എടുത്താൽ മതി. അത് നമുക്ക് ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ്ട് ഇത്രയും വിനീഗർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ 1 ടീസ്പൂൺ ഓഫ് ഉപ്പാണെങ്കിൽ എടുത്തിട്ട് നൈസായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സോപ്പ് നട്ടാണ്. ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ നമ്മളനുസരിച്ച് കൊടുക്കാം. സൂപ്പറായിട്ടുണ്ടല്ലേ. നമുക്ക് ഇനി സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സാധനത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല നാരങ്ങയുടെ സ്മെല്ലുണ്ട് ഇതിനകത്ത്. ഈ ടൈറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതുപോലെ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കണം. അന്നേരം ഇതിനകത്തുള്ള ബാക്ടീരിയാസ് എല്ലാം പോകുന്നതാണ്. 2-3 ഡേയ്സ് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അന്നേരം ഇതിനകത്ത് നല്ല നാരങ്ങയുടെ മണം വരും. ഇത് നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ.